നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി വേരിയബിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള പാർട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഇൻ പൈത്തൺ എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിയിൽ നിങ്ങൾ ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും, പ്രിൻ്റഫും സ്കാനഫും പോലെ തന്നെ. അപ്പോൾ ഇതേപോലെ തന്നെ പൈത്തണിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ക്ലാസ്സാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ പൈത്തൺ എഡിറ്ററിലാണ്. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഹാഷ് സിമ്പിളാണ്. ഹാഷ് ഉപയോഗിച്ച് ഞാൻ ടൈപ്പ് ചെയ്യാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും. ഇത് റെഡ് കളറിലാണ് കിടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹാഷിന് ശേഷം വരുന്നതൊന്നും പൈത്തൺ പരിഗണിക്കില്ല, അതായത് ഇൻ്റർപ്രറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കമൻറ്റ് എഴുതുകയാണ് ചെയ്തത്. കമൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം പുതിയ ബിഗിനർക്ക് ഇപ്പോൾ വലിയൊരു പ്രോഗ്രാം കാണണമെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ബിഗിനർക്ക് ഇത് പ്രോഗ്രാം പല സ്റ്റെപ്സും മനസ്സിലായില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമർ ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഹിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസോ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ എന്ത് ചെയ്യാം, കമൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് സിംഗിൾ ലൈൻ കമൻറ്റ്. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങണം. അപ്പോൾ ഈ ഒരു ലൈനിനെ നമ്മുടെ പൈത്തൺ ഇൻ്റർപ്രറ്റർ കണ്ടില്ല എന്നായിരിക്കും. ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യില്ല, കാരണം കമൻറ്റ് ഈസ് ജസ്റ്റ് എ കമൻറ്റ്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇത് ഇസ് എ സിംഗിൾ ലൈൻ കമൻറ്റ്. ഇനി എനിക്ക് കുറച്ച് വലിയൊരു കാര്യം അടിച്ച് കയറ്റണമെന്നിരിക്കട്ടെ, അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് അടിക്കണമെന്നിരിക്കട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ 3 സിംഗിൾ കോട്ട്സ് ഉപയോഗിക്കുക. 3 സിംഗിൾ കോട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഒരു കമൻറ്റ് എഴുതാം. ഓക്കെ, ലെറ്റ് മീ സേ ദിസ് ഈസ് എ ലോങ് കമൻറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. ഞാൻ അടുത്ത എൻ്റർ അടിക്കുകയാണ്. ആൻഡ് ദിസ് ലൈൻ ഓൾസോ, ഞാൻ പിന്നെ ഒരു എൻ്റർ അടിക്കുകയാണ്. ആൻഡ് ദിസ് ലൈൻ ഈസ് ഓൾസോ എ കമൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവുണ്ടാവും, ഇത് 3 ലൈനും കിടക്കണത് ഗ്രീൻ കളറിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിൻ്റെ ഉള്ളിലാണ് വന്നേക്കണം. നമ്മൾ ഈ 3 കോഡ്സ് ക്ലോസ് ചെയ്യേണ്ടത് പോവില്ല അല്ല. ഇനി നമ്മൾ എൻ്റർ അടിച്ച് നമ്മൾ ലെറ്റസ് പ്രിൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ ഫോണ്ട് വിൽ ചേഞ്ച്, അതിൻ്റെ കളർ വിൽ ചേഞ്ച്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തത് കമൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമുക്ക് പൈത്തണിൽ നമുക്ക് കമൻറ്റ് എന്ത് ചെയ്യുക, 2 തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റ്, ഒന്ന് മറ്റേത് മൾട്ടി ലൈൻ കമൻറ്റ്. അപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആണെങ്കിൽ ഹാഷ് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ല ഒരുപാട് നീളമുള്ളൊരു സാധനമാണ്, നമുക്ക് കുറച്ചധികം ലൈൻസ് വരുമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ത്രിബിൾ കോട്ട്സ് 3 കോട്ടുകൾ തുറക്കുക, ടൈപ്പ് ചെയ്യുക, 3 കോട്ട്സാണ് ക്ലോസ് ചെയ്യുക. ഇത് സിംഗിൾ കോട്ടും പറ്റും, ഡബിൾ കോട്ടും പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് യു മീൻ ബൈ കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് നമുക്ക് തൽക്കാലം വേണ്ട, ഇത് കാണിക്കാൻ വേണ്ടി തോന്നുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ മൾട്ടി ലൈൻ കമൻറ്റ്സ് എനിക്ക് വേണമെങ്കിൽ സിംഗിൾ കമൻറ്റ്സ് ആയിട്ട് എഴുതാം. ഇപ്പോൾ ഈ 3 ലൈനും എനിക്ക് സിംഗിൾ ലൈനായിട്ട് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹാഷ് കൊടുക്കും. അപ്പോൾ ഇത് കമൻറ്റായി താഴേക്ക് വരുന്നു. ഇത് ഞാൻ കളഞ്ഞു. ഇവിടെ ഒരു ഹാഷ് കൊടുത്താൽ ഇത് അതും കമൻറ്റായി മാറും. ഇവിടെ ഞാനൊരു ഹാഷ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു ഹാഷ് കൊടുക്കുകയാണെങ്കിൽ അതും കമൻറ്റായിട്ട് മാറും. ഇതിപ്പോൾ മൾട്ടി ലൈൻ കമൻറ്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്ക് ഒരുപാട് ലൈൻസ് വരുമ്പോൾ സാധാരണ നമ്മൾ ട്രിപ്പിൾ കോട്ട്സ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതെല്ലാം സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആണ്. മൾട്ടി ലൈൻ കമൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ട്രിപ്പിൾ കോട്ട്സ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയൊക്കെ പൈത്തണിൽ ഉപയോഗിക്കാം. നമ്മുടെ സിയിൽ നമ്മളൊരു സ്കാനഫ് കണ്ടിട്ടുണ്ടാവും, ഇൻപുട്ടിന് അല്ലേ, സ്കാനഫ് %d, ആമ്പർസാൻഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ പൈത്തണിൽ ഇത് ഇത്ര ബുദ്ധിമുട്ടില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൺ ഈസ് എ യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് സാധാരണ ഇൻപുട്ട് എന്നൊരു കീവേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു നമ്മളൊരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തുടങ്ങാമെന്നിരിക്കട്ടെ. പ്രിൻ്റ് ഞാൻ കൊടുക്കുന്നു, കോഡ്സ് നമുക്ക് തുടങ്ങണം. എൻ്റർ
let us say enter a string അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം എൻ്റർ നെയിം എന്ന് കൊടുക്കുക, എൻ്റർ നെയിം. ഓക്കെ എന്ന് കൊടുത്തു, എൻ്റർ നെയിം എന്ന് കൊടുത്തു. അപ്പോൾ ഇനി നമ്മുടെ ഉദ്ദേശം നമുക്ക് നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ പറ്റണം, അതാണ് നമ്മുടെ പ്രോഗ്രാം എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു വേരിയബിൾ നമുക്ക് എക്സ് എന്നുള്ള വേരിയബിളിലാണ് നമ്മുടെ പേര് സ്റ്റോർ ചെയ്യണമെന്ന് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് കൊടുത്തിട്ട് ഡബിൾ ബ്രാക്കറ്റ് ഇടും. ഓക്കെ, ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എൻ്റർ അടിക്കുകയാണ്. ഇനി നമ്മൾ പിന്നെ കൊടുക്കേണ്ട പ്രിൻറ്റ് യുവർ നെയിം ഈസ്, കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. സോറി, ഞാനിവിടെ ആദ്യം കോഡ്സ് തുടങ്ങിയില്ല, എറർ വന്നേനെ. നമുക്ക് വേറെ ഒരു കോഡ്സൊക്കെ തുടങ്ങണം. യുവർ നെയിം ഈസ് എന്ന് കഴിഞ്ഞിട്ട് കോമ ഇട്ട് എക്സ് എന്ന് കൊടുത്തു എന്നിരിക്കട്ടെ. ഓക്കെ, പ്രിൻ്റ് എൻ്റർ നെയിം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളാദ്യം പേരടിക്കാൻ പറയുന്നു, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അത് നമ്മൾ എക്സ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തത് അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. അത് വലിയ കോംപ്ലക്സ് ആയിട്ടൊരു ഒരു പ്രോഗ്രാമല്ല. അപ്പോൾ നമുക്ക് ആദ്യം സേവ് ചെയ്യാം. ഓർക്കാൻ നമ്മൾ എഡിറ്ററിലാണ്, അപ്പോൾ ആദ്യം സേവ് ചെയ്യുക. നമുക്ക് സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ട് ലെറ്റ് us say ഇൻപുട്ട് ഫങ്ഷൻ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാമെന്നിരിക്കട്ടെ. ഓക്കെ, സേവ് കൊടുത്തു. ഇനി നമ്മൾ റൺ ചെയ്തു എന്നിരിക്കട്ടെ. റൺ മോഡ്യൂൾ. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നോക്ക്, എൻ്റർ നെയിം എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റർ നെയിം ഞാൻ കൊടുക്കുകയാണ് ARUN എന്ന് കൊടുത്തു. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റർ നെയിം കഴിഞ്ഞിട്ട് അതേ ലൈനിലല്ല നമ്മുടെ ഇൻപുട്ട് കൊടുക്കാൻ വന്നിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻപുട്ട് എപ്പോഴും അടുത്ത ലൈനിലേക്കാണ് സ്വീകരിക്കുക. ഓക്കെ, ഞാൻ എൻ്റർ അടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വന്നു, യുവർ നെയിം ഈസ് അരുൺ എന്ന് നമുക്ക് തിരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് യുവർ ബേസിക് ഫോം ഓഫ് യുവർ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തുടക്കം. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ഡാറ്റ കൊടുത്താലും അത് ക്യാരക്ടറായിട്ടേ സ്റ്റോർ ചെയ്യുള്ളൂ, ടെക്സ്റ്റായിട്ടേ സ്റ്റോർ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റർ ഇത് കളഞ്ഞിട്ട് ലെറ്റ് us say എൻ്റർ വെയിറ്റ് എന്ന് കൊടുക്കാം. എൻ്റർ വെയിറ്റ് ഇൻ കിലോഗ്രാംസ് നൽകട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് കൊടുത്തു, യുവർ വെയിറ്റ് ഈസ് എന്നാണ് എക്സ് എന്ന് കൊടുത്തു എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ സേവ് ചെയ്യാണ്. നമ്മൾ റൺ ചെയ്യുമ്പോൾ ലെറ്റ് us say 60 എന്ന് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ യുവർ വെയിറ്റ് ഈസ് 60. അപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇതിപ്പോൾ 60 എന്ന് തന്നെയല്ലേ കാണിച്ചത്, എന്താ പ്രശ്നമുള്ളത് സംശയം തോന്നാം. അപ്പോൾ എവിടെയാണ് പ്രശ്നം വരിക എന്ന് വെച്ചാൽ, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചത് ടെക്സ്റ്റായിട്ടാണ് സ്റ്റോർ ചെയ്തേക്കണം. നമ്പറാണ് അടിച്ചതെങ്കിലും സ്റ്റോർ ചെയ്യപ്പെടുന്നത് ക്യാരക്ടേഴ്സായിട്ടാണ്. ഇതിന് എക്സാമ്പിൾ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാലേ, നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. ഈ പ്രോഗ്രാം ഞാൻ മാറ്റുക. ഓക്കെ, പ്രിൻറ്റ് നമുക്ക് ഇത് ചെയ്ത് പതുക്കൊന്ന് മാറ്റാം. പ്രിൻറ്റ് എൻ്റർ എ നമ്പർ എന്നാക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് ഇത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ഇത് തന്നെ ചോദിക്കാമെന്നിരിക്കട്ടെ. പ്രിൻറ്റിൻ്റെ എൻ്റർ എ നമ്പർ തന്നെയാണ് പിന്നെയും ചോദിക്കുന്നതെന്നിരിക്കട്ടെ. നമുക്കിത് കോപ്പി ചെയ്തങ്ങ് വേസ്റ്റ് ചെയ്യാം.
എൻ്റർ എന്ന് വേണം, നമുക്ക് സെക്കൻഡ് എന്ന് കൊടുക്കുക, സെക്കൻഡ് നമ്പർ എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്കിനി നമ്മളിനി എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ നമ്പർ നമ്മൾ വൈ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ വൈ ഈക്വൽ ടു ഇൻപുട്ട് 2 ബ്രാക്കറ്റ്സ് വന്നിരിക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകണം എന്താണെന്ന് നോക്കിയേ. ഞാനിപ്പോൾ 2 നമ്പേഴ്സാണല്ലോ ചെയ്തത്, എനിക്കിത് ആഡ് ചെയ്യണമെന്നിരിക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഈ കൊടുക്കുകയാണ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നു പ്രിൻറ്റ് ഇസഡ്. ഓക്കെ, ഇങ്ങനെ തന്നെ അതിൻ്റെ പ്രോഗ്രാമായി. ഞാനിത് സേവ് ചെയ്യണം, കൺട്രോൾ+, അമർത്തിയാൽ സേവ് ആവും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മോഡ്യൂൾ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് എൻ്റർ എ നമ്പർ. അപ്പോൾ ഞാൻ കൊടുക്കുന്നു 2. പിന്നെയും ചോദിക്കുന്നു എൻ്റർ സെക്കൻഡ് നമ്പർ, ഞാൻ 4 കൊടുക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, 2, 4, 6 കിട്ടുമെന്ന് അല്ലേ. നമ്മൾ അടിക്കുമ്പോൾ എന്താണ് നോക്കിയേ, 24. ഇത് വേറൊന്നും ചെയ്തില്ല, ഈ 2 നമ്മൾ എന്താണോ 2 ഇൻപുട്ടുകൾ കൊടുത്തത് അത് ചേർത്ത് വെച്ച് നമുക്കങ്ങ് തന്നു, അത്രേ ചെയ്തുള്ളൂ. അതായത് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്നതൊന്നും നമ്പേഴ്സായിട്ടല്ല, നമ്മൾ 2 അടിച്ചോ 4 അടിച്ചോ ഒക്കെ എന്തായിട്ട് വെറും ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ നമ്മുടെ പൈത്തൺ ഇൻ്റർപ്രറ്റർ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സംശയം വരപ്പോൾ നമുക്ക് നമ്പേഴ്സാണ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, അതിന് വഴിയുണ്ട്, നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. ഓക്കെ, സോ ദിസ് ഇസ് ദി ബേസിക് ഐഡിയ ഓഫ് ദിസ് യുവർ ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇനി നമുക്കൊരു കാര്യം ചെയ്യും, നമ്മുടെ ഷെല്ലങ്ങ് ക്ലോസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലൈൻസ് അടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റർ എ നമ്പർ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ 3-4 അടിച്ച്, നമുക്ക് ഇത്രയും ലൈൻസ് സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഇത്ര ആദ്യം കളയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ പ്രിൻറ്റ് എൻ്റർ എ നമ്പർ എക്സ് ഈക്വൽ ടു ഇൻപുട്ട്, ബ്രാക്കറ്റിനകത്ത് ഒന്നുമില്ല, ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെൻറ്റ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഈ 2 കൂടി എനിക്ക് കമ്പൈൻ ചെയ്യാം. ഈ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ഈ താഴത്തെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും കമ്പൈൻ ചെയ്യാം. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രിൻ്റ് അങ്ങ് കളയുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ആദ്യത്തെ ലൈൻ എന്താ നോക്കി, എക്സ് ഈക്വൽ ടു ഇൻപുട്ട്. നമ്മൾ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യുക, കോഡ്സ് തുടങ്ങുക. ഓക്കെ, എന്നിട്ട് ഇൻപുട്ട് എൻ്റർ എ നമ്പർ എന്നങ്ങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്പർ കൊടുത്താലും ഓർക്കുക ടെക്സ്റ്റായിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയുന്നു പ്രിൻറ്റ് എക്സ് എന്ന് പറയുന്നു. ഓക്കെ, നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്തു. ഇനി നമ്മൾ റൺ ചെയ്യുമ്പോൾ നോക്കി എന്താ കാണാൻ നോക്കിയേ, ഇത് റൺ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ എൻ്റർ എ നമ്പറും തന്നെ വന്നിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് അടുത്ത ലൈനിലല്ല. ഓക്കെ, ഇത് അതേ സെയിം ലൈനിൽ തന്നെയാണ് വരെ, നമ്മളവിടെ സ്പേസ് ഒന്നും അടിക്കാതെ കാരണം സ്പേസും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ എ നമ്പർ ഞാൻ കൊടുക്കുകയാണ് 5, കണ്ടില്ലേ 5 തൊട്ടടുത്ത് വന്നു. അപ്പോൾ എൻ്റർ അടിച്ചു, നമ്മൾ പ്രിൻറ്റ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അതേപോലെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആകാം. അപ്പോൾ നമ്മൾ ശരിക്കും ക്ലോസ് ചെയ്യാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ഇന്ന സാധനം എൻ്റർ ചെയ്യുമോ, നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം, വേറെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് ഇതാണ്, നമ്മൾ എന്താണോ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് അത് എവിടെ സ്റ്റോർ ചെയ്യുക, എക്സിലേക്കാണ് സ്റ്റോർ ചെയ്യുക, എക്സ് എന്നുള്ള വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുക. എന്തായിട്ട് സ്റ്റോർ ചെയ്യും, ടെക്സ്റ്റായിട്ട്, ടെക്സ്റ്റ് ഇൻഫർമേഷൻ, നോട്ട് ഇൻറ്റിജർ ഫ്ലോട്ടിംഗ് നമ്പറോ ഒന്നുമല്ല, വെറും ടെക്സ്റ്റായിട്ടേ സ്റ്റോർ ചെയ്യുള്ളൂ. അക്ഷരങ്ങൾ പോലെ തന്നെ ഇതിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, കാരണം അക്ഷരങ്ങൾ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല, അതേപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദി ഇൻപുട്ട് ഫങ്ഷൻ ഓഫ് യുവർ പൈത്തൺ. ഓക്കെ, നമ്മുടെ നോട്ടിൽ ഒരു റോ ഇൻപുട്ട് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ഒരു ഗ്രേ ആക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബോൾഡായിട്ട് ബ്ലാക്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നോട്ട് പ്രസൻറ്റ് ഇൻ പൈത്തൺ 3x, ഓൺലി യൂസ് ഇൻ പൈത്തൺ 2x എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇൻപുട്ട് ഫംഗ്ഷൻ ഉണ്ടല്ലോ, ശരിക്കും അത് പൈത്തൺ 2 റോ ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ പൈത്തൺ 2 റോ ഇൻപുട്ട് ഫംഗ്ഷനാണ് പൈത്തൺ 3 ഇൻപുട്ട് ഫംഗ്ഷൻ. പൈത്തൺ 3 റോ ഇൻപുട്ട് എന്നൊരു ഫംഗ്ഷനേ ഇല്ല, അങ്ങനത്തെ ഒരു കീവേഡും ഇല്ല.
ഓക്കെ, എടുത്ത് മാറ്റിയിരിക്കുക. നമ്മൾ ഈ രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം വെച്ചാൽ പൈത്തൺ 2 അല്ലെങ്കിൽ പൈത്തൺ 1 ഈ ഇൻപുട്ട് ഫംഗ്ഷനെ നമ്മൾ ഇൻറ്റീജർ എൻ്റർ ചെയ്താൽ ഇൻറ്റീജറായിട്ട് തന്നെ എടുക്കുള്ളത്. ഓക്കെ, നമ്മൾ ഇൻറ്റീജറായിട്ട് 32 എൻ്റർ ചെയ്താൽ അത് ഇൻറ്റീജറായിട്ട് തന്നെ പരിഗണിക്കും. അല്ല നമ്മൾ 32.32 എന്ന് ടൈപ്പ് ചെയ്തത് ഫ്ലോട്ടായിട്ട് പരിഗണിക്കും. അതല്ല ക്യാരക്ടറാണ് എൻ്റർ ചെയ്തതെങ്കിൽ ക്യാരക്ടറായിട്ട് പരിഗണിക്കും. പക്ഷേ പൈത്തൺ 3x അങ്ങനെയല്ല. ഇൻപുട്ട് ഫംഗ്ഷൻ മാറ്റിയിട്ട് റോ ഇൻപുട്ട് എടുത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചു. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മൾ എന്ത് എൻ്റർ ചെയ്താലും അത് എന്തായിട്ട് എടുക്കുള്ളൂ, ടെക്സ്റ്റായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ റോ ഇൻപുട്ട് ഫംഗ്ഷൻ പൈത്തൺ 2x ഉള്ളൂ, 3x നമ്മുടെ ബാലഗുരുസ്വാമിയുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ കാരണം പൈത്തൺ 3 ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സിലോ ഒരു ടെക്സ്റ്റിലോ ഒന്നും നമ്മളത് കാണില്ല. കാരണം അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ പൈത്തൺ 3 ഇല്ല. പക്ഷേ അത് നമ്മുടെ ബാലഗുരുസ്വാമി നമ്മുടെ സബ്സ്ക്രൈബ് ടെക്സ്റ്റ് ആയ കാരണം അതിൽ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ, അതായത് ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ, നമ്പേഴ്സൊന്നുമായിട്ട് സ്റ്റോർ ചെയ്യില്ല. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പൈത്തണിൻ്റെ കാര്യത്തിൽ ഇൻപുട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ റോ ഇൻപുട്ടാണ് പൈത്തൺ 3 ഇൻപുട്ട് ഫംഗ്ഷൻ. ഓക്കെ, പൈത്തൺ 3 റോ ഇൻപുട്ട് എന്നൊരു ഫംഗ്ഷൻ ഇല്ല. ഓക്കെ.